കൊല്ലത്ത് ഇനി ചെങ്കൊടിയുടെ ചുവപ്പ് നിറയും. പാർട്ടി സഖാക്കളെ വരവേൽക്കാനും ചെങ്കൊടി പാറിക്കാനും കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. 2025 CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇക്കുറി വേദിയാകുന്നത് കൊല്ലമാണ്. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാനത്തെ പാർട്ടി സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും ജനുവരിയിലുമായി നടന്നുകഴിഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇപ്പോൾ കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന സജീവ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 30 വർഷത്തിനു ശേഷമാണ് കൊല്ലത്ത് വരുന്നത്. അതിന്റെ ഭാഗമായി നിരവധി പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് കൊല്ലം സാക്ഷ്യം വഹിക്കുന്നത്. മറ്റ് ഇതര പാർട്ടിക്കാരെ പോലെ സമ്മേളനവും യോഗങ്ങളും നടത്തിയിട്ട് കയ്യിൽ ഉണ്ടായിരുന്നതും അവിടെ നിന്ന് കിട്ടിയതും ഉൾപ്പെടെ എല്ലാം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ് ഒരു മാലിന്യ കൂമ്പാരം സൃഷ്ടിച്ചിറങ്ങി പോവുകയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രീതി എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും അതിൽ നാടിനു കൂടി നന്മ ഉണ്ടാകാൻ തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്തു പോവുക എന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണ്. ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പുതിയൊരു ആശയമാണ് ഇപ്പോൾ കൊല്ലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗമായി നടക്കുന്നത്. കൊല്ലം പായിക്കട റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കൊല്ലത്തിന്റെ വ്യാപാരങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നതിൽ പ്രമുഖ സ്ഥലമാണ് ഇത്. അവിടത്തെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കി പകരം അവിടെ പ്രവർത്തകർ സൃഷ്ടിച്ചത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. മാലിന്യ കൂമ്പാരമായിരുന്ന നഗര ഹൃദയത്തെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നാക്കി കുട്ടി സഖാക്കൾ മാറ്റിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. അതുപോലെ തന്നെ അഴുക്കും ചെളിയും പിടിച്ചു കിടന്നിരുന്ന ചുവരുകൾ വൃത്തിയാക്കുകയും ഒരു ചുവരിൽ ചെഗുവേരയുടെ കൂറ്റൻ ചിത്രം വരയ്ക്കുകയും ചെയ്തു. മാലിന്യ കൂമ്പാരവും ദുർഗന്ധവും കാരണം ജനങ്ങൾ കടന്നു വരാൻ തന്നെ മടിച്ചിരുന്ന ഒരു സ്ഥലത്തെ ഒരു ഫോട്ടോ സ്പോട്ടാക്കി മാറ്റുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ പ്രവർത്തകർ ചെയ്തത്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ നാടിന്റെ മുഖം തന്നെ മാറ്റിയപ്പോൾ കൊല്ലത്തിന്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറി പായിക്കട റോഡ്. ഡിവൈഎഫ്ഐ കൊല്ലം ബ്ലോക്ക് കമ്മിറ്റിയാണ് ചുവരിലെ ചിത്രമെഴുത്തിന് ചുക്കാൻ പിടിച്ചത്. ഇതിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും ചിന്താ ജെറോമാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടത്. പാർട്ടി എക്കാലവും വലിപ്പ ചെറുപ്പം നോക്കാതെ നാടിന്റെ ഹൃദയത്തിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിക്കാനാണ് അണികളെ പ്രേരിപ്പിച്ചത്. രാജ്യത്തിന്റെ വികസനം ഗ്രാമങ്ങളിൽ നിന്ന് ചെറുപട്ടണങ്ങളിലേക്കും ചെറുപട്ടണങ്ങളിൽ നിന്ന് വലിയ നഗരങ്ങളിലേക്കുമാണ്. അടിത്തറ ഉറപ്പില്ലാതെ ഒരു കെട്ടിടവും ഉയർന്ന് തല ഉയർത്തി നിന്നിട്ടില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി സജീവ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഡിവൈഎഫ്ഐ സാധാരണക്കാരന് ഒപ്പം തന്നെയായിരുന്നു. അവർക്ക് നേരെ ഒരിക്കലും മുഖം തിരിച്ചിട്ടില്ല. അവരുടെ പ്രവർത്തന മണ്ഡലം എല്ലായ്പ്പോഴും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതിൽ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. ഇതിലും അതിന് മാറ്റമില്ല.